നിറപറ ഓണം പായസമേളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ പായസം കഴിക്കാനും പായസം ഉണ്ടാക്കുന്ന കാണാനും ഒക്കെയുള്ള ത്രില്ലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളും അതിനായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ സ്വാഗതം ചെയ്യാം. ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയ ഫ്രം ആലുവ. എന്ത് ചെയ്യണു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ആലുവയിൽ എവിടെയാണ്? ആലുവ നെടുമ്പാശ്ശേരി. ഓക്കെ. കുക്കറി ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ? കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആദ്യമായിട്ടാണ്. ഓ, വെരി നൈസ്. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് ഉണക്കലരി പായസം. ഉണക്കലരി പായസം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായിട്ട് ലെറ്റ് മീ വെൽക്കം മിസ്സസ് പർവീൻ യൂസഫ് ഫ്രം ദി മോസ്റ്റ് ഹാപ്പനിങ് സിറ്റി ഫുഡ് കൊച്ചി. ഓക്കെ ചേച്ചി, എന്ത് ചെയ്യണു? ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ബ്യൂട്ടീഷ്യനാണ്. പാർലർ ആയിട്ടുണ്ടോ? വെരി നൈസ്. കുക്കിംഗ് പാഷനാണോ? വീട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? റൈസ് മിട്ട ബാംഗ്ലൂർ സ്പെഷ്യൽ. ബാംഗ്ലൂർ സ്പെഷ്യൽ. വാവ്. ഓക്കെ, ലുക്കിംഗ് ഫോർവേഡ് ടു. താങ്ക് യു. വീണ്ടും കൊച്ചിയിൽ നിന്ന് നമുക്ക് സ്വാഗതം ചെയ്യാം നിനി. പ്ലീസ് വെൽക്കം ടു ദി ഷോ. വെൽക്കം. എന്ത് ചെയ്യണു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ചെറുപയർ പായസം. ചെറുപയർ പായസം. നമ്മൾ ഒരുപാട് ചെറുപയർ ഭയങ്കര യൂഷ്വൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പായസങ്ങൾ. എനിവേസ്, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം മിസ്സസ് ബിന്ദു ഫ്രം അടൂർ. എന്ത് ചെയ്യണു? സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നു. സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ബൊട്ടീക്ക് ആയിട്ടുണ്ടോ? ബൊട്ടിക്കായിട്ടില്ല, അല്ലാതെ ഹോൾസെയിൽ കടയുടെ വർക്കാണ്. ഓക്കെ, വെരി നൈസ്. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ പൂന്തളിർ തവിട് പായസമാണ്. ലോട്ടസിൻ്റെ ഉള്ളിലിരിക്കുന്ന അതെടുത്തിട്ടാണ് തവിടും ചേർത്തിട്ടാണ് പായസം. തവിടും ചേർത്തിട്ട്. ലോട്ടസ് വെരി ഹെൽത്തി അല്ലേ? ഫൈബ്രസ് ആണ് അല്ലേ? അതെ. ഓൾ ദി ബെസ്റ്റ്. യുവത്വം നിലർന്നു നിർത്താം. ഓ വാവ്, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ 4 കണ്ടസ്റ്റൻസും ഇവിടെ റെഡിയാണ്. ശരിക്കും നിറപറ ഓണം പായസമേളയിലൂടെ നമ്മൾ എന്തോരം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പായസങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇതിനോടകം തന്നെ. ശരിക്കും നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും വെച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കി വരുന്നത്. എന്തായാലും ഇന്ന് എന്തൊക്കെ വെച്ചാണ് ഇവർ പായസം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ആദ്യമായി പ്രിയ, എന്തൊക്കെയാണ് പ്രിയയുടെ ഇൻഗ്രീഡിയൻസ് പായസത്തിനുള്ള? ഉണക്കലരി, പഞ്ചസാര, ഓക്കെ, നെയ്യ്, പാല്, അത്രേ ഉള്ളൂ. വെള്ളം. കുറച്ച് വിഭവങ്ങൾ മതി അല്ലേ? കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഓക്കെ. അടുത്തായിട്ട് നിനി. ചെറുപയർ മുഴുവനോടെ വറുത്ത് പൊടിച്ചത്, ഓക്കെ, ശർക്കരപ്പാനി, കശുവണ്ടി, ഉണക്കമുന്തിരി, ഏലക്ക പൊടിച്ചത്, നെയ്യ്, പാല്. ഇതൊക്കെ വെച്ച് നമുക്കൊരു ഉഗ്രം പായസം ഉണ്ടാക്കാം അല്ലേ? ഓക്കെ. അടുത്തതായിട്ട് ബിന്ദു പ്രസാദ് അല്ലേ? വളരെ റെയർ ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ തയ്യാറെടുക്കുന്നത് അല്ലേ? താമരയുടെ അകത്തെ ഉപയോഗിച്ചിട്ടാണ് പായസം വയ്ക്കുന്നത്. ആൻഡ് തവിട്, അതിൻ്റെ കൂടെ തവിടും ചേർത്ത്. തവിട്. ഇത് താമരയുടെ അകത്തുനിന്ന് എടുത്ത സാധനമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് 2 ഐറ്റം. മിൽക്ക് മേഡ്, നെയ്യ്, പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള കശുവണ്ടി, ഉണക്കമുന്തിരി, അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചത്, ശർക്കര, പാല് വേണം. ഓക്കെ, യെസ്. റൈസ് മിട്ട അതെന്താന്ന് ആദ്യം നമുക്കറിയാം. ഇത് ജീര റൈസ് ബോയിൽ ചെയ്തത്, ഖോവ, ഷുഗർ, പട്ട, ഏലക്ക പൗഡർ, മിൽക്ക് മേഡ്, ഗീ, കാഷ്യൂനട്ട്സ്. ഇത് പാല്. അത് കളർ, കുറച്ച് കളർ കേസർ കളർ. നമ്മുടെ 4 കണ്ടസ്റ്റൻസിനെയും അവരുടെ ഇൻഗ്രീഡിയൻസിനെയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കുറിച്ചെടുക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. നിങ്ങൾ റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഓൾ സെറ്റ്. നമുക്ക് തുടങ്ങാം. ഐശ്വര്യമായിട്ട് ഗ്യാസ് കത്തിച്ചോളൂ. ഇത് നമ്മുടെ ശർക്കര പാനീയം അല്ലേ? ഇത് നമ്മൾ
വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ജീര റൈസ് പാലിൽ ഒഴിച്ച് വെച്ച്. പാലിലാണോ ഒഴിച്ച് വെച്ചത്? എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് പാല് തിളച്ച് വരുമ്പോൾ ചെറുപയർ വേവിക്കുന്നത്. ഓക്കെ ഇത് വേവിച്ചിട്ടില്ല അല്ലേ? ഇല്ല, വറുത്ത് പൊടിച്ചതാണ്. ഓ, ചെറുപയറല്ലേ? ചെറുപയർ വറുത്ത് പൊടിക്കുക. ഇപ്പം നമ്മളെന്താ ആദ്യം ചെയ്തത്? നെയ്യ് ഒഴിച്ചു, അതിനുശേഷം പാലൊഴിച്ചു. അതിലെത്തി നിൽക്കുകയാണ്. അതെ, വീണ്ടും തിളയ്ക്കണം. അതെ. തിളച്ച് കഴിഞ്ഞിട്ട് ഉണക്കലരി ഇടണം. അരി ഇടണം. ശരി, അപ്പോൾ തിളച്ചതിന് ശേഷം ഉണക്കലരി ഇടണം. ഓക്കെ. തിളച്ചു അല്ലേ? തിളച്ചതിന് ശേഷം നമ്മളിപ്പോൾ താമരയുടെ ഉള്ളിലുള്ള ഭാഗം അതിലേക്ക് ഇട്ടു. രണ്ടും ഇട്ടു. അത് ശരി. അത് ഒന്ന് വേവായി വരുമ്പോഴത്തേക്ക് നമ്മൾ തവിട് ഇതിലേക്ക് മിക്സ് ചെയ്യണം. വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് ശർക്കര മധുരം നന്നായിട്ട് പിടിച്ചു എന്ന് തോന്നുമ്പോൾ തവിട് ഇട്ട് കൊടുക്കുക. ശരിക്കും എന്താ അല്ലേ, പൂക്കളൊക്കെ കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് ഞാൻ ഈ പായസമേളയിൽ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ചെറുപയറിട്ടു. ഓക്കെ. ഇനി അത് വെന്ത് കഴിയുമ്പോൾ ശർക്കര പാനി ഒഴിക്കണം. ഓക്കെ. കോവ മിക്സ് ചെയ്തു അല്ലേ? ഇനി അത് ശരിക്കും മെൽറ്റ് ആവണം. ഓക്കെ. കുറച്ചും കൂടി കോവ ഇടണം. ഓക്കെ. കുറച്ച് റിച്ച്. അതെങ്ങനെയാ, കുറുകോ? കോവ ഇടുന്നതനുസരിച്ച് മിക്സ് ചെയ്യും. തിളച്ചു വന്നല്ലോ അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് തവിട് ഇടണം. ശരിക്കും ഈ തവിട് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഹൈലി ഫൈബ്രസ് ആണ്, ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് അല്ലേ? ശരിക്കും ഇന്നത്തെ കാലത്ത് എവിടെ നിന്നാണ് ചേച്ചി തവിടൊക്കെ കിട്ടുന്നത്? തവിട് നമ്മൾ പണ്ടായിരുന്നെങ്കിൽ ഒരലിടിച്ചിട്ടാണ് തവിട് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം മില്ലിൽ പറഞ്ഞിട്ട് അവരാണ് തവിട് എടുത്ത് തന്നിരിക്കുന്നത്. നെല്ല് കൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങാടിക്കടയിൽ ചെന്നിട്ട് തവിട് വേണമെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങാൻ കിട്ടും. ഇനി എന്താണ്? ഉണക്കലരി ചേർത്തോ? പറഞ്ഞില്ല. അത് ശരി. ഇനി അത് വേവണം അല്ലേ? ഉണക്കലരി വേവണം. ഒരു പഞ്ചസാര വെന്ത് വരുമ്പോൾ പഞ്ചസാര ചേർത്ത്. അത് ശരി. ഇതല്ലേ നമുക്ക് അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ഉണക്കലരി പായസം അല്ലേ? ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിലെ പാൽപ്പായസം. പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ നമുക്ക് പാൽപ്പായസം വഴിപാടായിട്ട് കൊടുത്താൽ അത് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ പയർ വെന്തില്ല. ഇവിടെ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? നമ്മൾ കോവ ഇട്ടു. കോവ ഇട്ടു. അത് നന്നായി മിക്സ് ആയപ്പോൾ ഷുഗർ ഇട്ടു. പിന്നെ പട്ട, ഏലക്ക അതും ഇട്ടു. അത് വറുക്കൊന്നും വേണ്ടല്ലോ? ഇല്ല, ഇതിൽ വറുക്കാം. പച്ചയായിട്ടിട്ടാൽ മതി. മറ്റേത് വറുക്കണ്ടേ? ഒന്നും വേണ്ട. പാലൊഴിച്ചു അല്ലേ? പാലൊഴിച്ചു. എല്ലാം കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ഇത് രണ്ടും എണ്ണയിൽ മൂപ്പിച്ചിട്ടാൽ മാത്രം മതി. റെഡിയായി കഴിഞ്ഞു. ഇതൊരു കുറുകുന്ന ഫോമിലാണോ? അതെ അല്ലേ? കുറച്ചുകൂടി വെള്ളമിഷ് ഫോമല്ല, ശകലം പാലൂടെ ഒഴിച്ച് ഒന്നിളക്കിയിട്ടാണ് നമ്മൾ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ലൂസായിട്ട് തന്നെ ഇരിക്കും. നല്ല മണം. വെന്തോ ചേച്ചി? ഇല്ല, എന്ത് വരുന്നു. വേവാനാണ് ഇത്തിരി താമസം. അരി വെന്ത് വരുന്നേ ഉള്ളൂ. ഇതിന് ഉണക്കലരി കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആണോ വേവാൻ? ഇല്ല. എന്താ തെറിച്ച് പറഞ്ഞേ? ഇത് തെറിച്ച് വരുന്ന സമയത്താണ് ഇത് പാകമായി എന്ന് ഉറപ്പാണ്. ആ സമയം നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നോട്ട് ദ പോയിന്റ്. ഇതിങ്ങനെ തെറിച്ച് വരുമ്പോഴാണ് ഇത് പാകമായി റെഡിയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. റൈറ്റ്? ഓൾ റൈറ്റ്. പ്രിയചേച്ചിയുടെ പായസം റെഡിയായി അല്ലേ?
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം മുതലുള്ളൊരു പ്രോസസ്സ് ഒന്ന് റീവൈൻഡ് അടിക്കാം പ്രേക്ഷകർക്കായിട്ട് പ്ലീസ്. ആദ്യം തന്നെ ഉരുളി ചൂടാകുമ്പോൾ നെയ്യ് ഒഴിക്കുക, പാലും കുറച്ച് വെള്ളവും ആഡ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ ഉണക്കലരി ഇടുക. അരി വെന്ത ശേഷം പഞ്ചസാര ചേർത്തിട്ട് വാങ്ങി വയ്ക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അടുത്ത ആളിലേക്ക് പോവാം. ചേച്ചി, നല്ല ഒരു ഡിഫറെൻ്റ് ഒരു ടെക്സ്ചറിലാണ് ഈ പായസം ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് ആദ്യം മുതലൊന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന് റിവൈൻഡ് അടിക്കാം. പാലിൽ ചെറുപയർ വേവിക്കാം. വെന്തതിന് ശേഷം ചെറുപയർ നമ്മൾ മുഴുവനോടെ അല്ല, തൊലി കളയാതെ വറുത്ത് പൊടിച്ചത് അത് ഇട്ടു. വെന്തതിന് ശേഷം ശർക്കര പാനി ചേർക്കുക. അതിനുശേഷം നന്നായി വെന്ത് കഴിഞ്ഞാൽ പാകമായതിനു ശേഷം അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിയും വേറെ നെയ്യിൽ വറുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ചേർക്കുക. ഏലക്കാപ്പൊടിയും ചേർക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പെക്യൂലിയർ പായസം. താമരയുടെ ഉള്ളിലത്തെ അകത്ത് പൂമ്പൊടി. യെസ്. അപ്പോൾ ആദ്യം മുതൽ നമുക്കൊന്ന് റിവൈൻഡ് അടിക്കാം. ആദ്യം നമ്മൾ പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ശർക്കര വെള്ളം ഒഴിക്കണം. ആ ശർക്കര വെള്ളം തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ആ പൂന്തളിർ ഇടുന്നത്. അപ്പം നമ്മൾ താമരയും പൂമ്പൊടിയും അതിൻ്റെ ഉള്ളിലുള്ള ദളവും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് അത് വെന്ത് അതിലേക്ക് മധുരം നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ തവിട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തവിട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകും. ആ കുറുകി വരുന്ന സമയത്ത് നമ്മൾ പാലൊഴിച്ച് കൊടുക്കണം. പാല് കുറേശ്ശെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ അല്പം മിൽക്ക് മെയ്ഡൊന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ശകലം ഒഴിച്ചു കൊടുക്കണം. ശകലം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കുറുകി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് മുകളിലേക്ക് ഇങ്ങനെ തെറിച്ച് വരും. റെഡിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ സമയത്ത് അല്പം നെയ്യും കൂടെ ഒഴിച്ച് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം വേറെ പാൻ വെച്ചിട്ട് അതിൽ നമ്മൾ കശുവണ്ടിയും കിസ്മിസും മിക്സ് ചെയ്ത് ചൂടാക്കി ചേർക്കാം. ഓക്കെ. ബിരിയാണി പായസം പറഞ്ഞോളൂ. ഇൻഗ്രീഡിയൻറ്റ് അല്ല പ്രോസസ്സ് പറഞ്ഞോളൂ. നമ്മൾ എപ്പോഴും ഈ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് റൈസ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഏറ്റവും ആദ്യം ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് വാഷ് ചെയ്ത് വെള്ളത്തിൽ ജീര റൈസ് സോക്ക് ചെയ്ത് വെക്കാം അല്ലേ. എന്നിട്ട് അത് പാലിൽ നന്നായി ഉടച്ച് വേവിച്ചെടുക്കുക. നമ്മൾ അടിയിൽ പിടിക്കാതെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചിട്ട് പാലിലാണ് വേവിച്ചെടുക്കേണ്ടത്. എന്നിട്ട് അതിൽ പിന്നെ നന്നായി ഒന്ന് കുറുകി വെന്തെന്ന് അറിയുമ്പോൾ അതിൽ കോവ നമ്മൾ അതിടാം. പാലിൻ്റെ ഒരു പ്രോഡക്റ്റ്. അത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഷുഗർ ഇടാം. പിന്നെ ഷുഗറും മിക്സായി വരുമ്പോൾ കളർ ചേർക്കുക. കേസർ ഒരു യെല്ലോയിഷ് കളറാവും. കേസറും കൂടി ചേർക്കാതെ കശുവണ്ടി മുന്തിരി പട്ട ഇട്ടതിന് ശേഷം ഏലക്ക പൊടിച്ചത് ഇടും. പിന്നെ അതിൽ കശുവണ്ടി മുന്തിരിയൊക്കെ ഇട്ട് നെയ്യ് ഒഴിച്ചിട്ട് നോട്ട് ദ പോയിന്റ്. ഇതിൽ കശുവണ്ടിയും മറ്റ് കിസ്മിസും നെയ്യിൽ വറുക്കണ്ട, പച്ചയായിട്ട് എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് അപ്പോൾ പായസം എല്ലാം റെഡിയായി, കഴിക്കാനുള്ള ആളും റെഡിയായി. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബൗളിലേക്ക് സെർവ് ചെയ്തോളൂ. ഞാൻ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഒരു പായസത്തിനേക്കാളും നമ്മൾ വളരെ അൺയൂഷ്വലായ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. വെരി നൈസ്. റൈസ് മീഠ പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: ജീര റൈസ് 250 ഗ്രാം, പഞ്ചസാര 500 ഗ്രാം, ഖോയ 150 ഗ്രാം, കറുവപ്പട്ട, ഏലക്ക, നെയ്യ്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എന്നിവ ആവശ്യത്തിന്, പാൽ 2 ലിറ്റർ. തയ്യാറാക്കുന്ന വിധം: വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ജീര റൈസ് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ പാലൊഴിച്ച് ഉടയ്ക്കുക. ഇതിലേക്ക് ഖോയ ഇട്ട് നന്നായി ഇളക്കുക. ഏലക്ക, കറുവപ്പട്ട, പഞ്ചസാര എന്നിവ ഇട്ട് തിളപ്പിക്കുക. ഇതിലേക്ക് അല്പം നെയ്യും കണ്ടൻസ് മിൽക്കും അണ്ടിപ്പരിപ്പും ഇടുക. റൈസ് മീഠ പായസം റെഡി.
നന്നായിട്ടുണ്ട്. അതിൻ്റെ ആ കുത്തൽ സ്വാദൊന്നുമില്ല. നമ്മുടെ സാധാരണ നമ്മൾ വിചാരിക്കും ശർക്കരയിൽ തിളയ്ക്കുന്നത് കൊണ്ടാണ് ആ കുത്തലില്ലാത്തത്. പൂന്തളിർ തവിട് പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: പൂന്തളിർ 1 കപ്പ്, തവിട് 250 ഗ്രാം, ശർക്കര 1 കിലോ, നെയ്യ് 100 ഗ്രാം, അണ്ടിപ്പരിപ്പ് 100 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, പാൽ 1/2 ലിറ്റർ, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ലിറ്റർ. തയ്യാറാക്കുന്ന വിധം: ഒരു പാത്രത്തിൽ ശർക്കര അലിയിച്ചതിൽ പൂന്തളിരും തവിടും ചേർത്ത് വേവിക്കുക. പകുതി വേവാകുമ്പോൾ അതിലേക്ക് പാലൊഴിച്ച് നന്നായി വേവിക്കണം. അതിനുശേഷം കണ്ടൻസ് മിൽക്കും നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് ഇളക്കുക. ഏലക്കാപ്പൊടി ചേർക്കുന്നതോടെ പൂന്തളിർ തവിട് പായസം റെഡി. ഇതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ആ ചെറുപയറിൻ്റെ ഒരു ടേസ്റ്റും ശർക്കരയും എല്ലാം കൂടി ഒരു മിക്സപ്പ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. വെരി നൈസ്. ചെറുപയർ പരിപ്പ് പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: ചെറുപയർ 1 കപ്പ്, ശർക്കര 500 ഗ്രാം, നെയ്യ് 100 ഗ്രാം, അണ്ടിപ്പരിപ്പ് 100 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, പാൽ 1/2 ലിറ്റർ. തയ്യാറാക്കുന്ന വിധം: ഒരു പാത്രത്തിൽ ശർക്കര അലിയിച്ചതിൽ ചെറുപയർ പരിപ്പ് വേവിക്കുക. പകുതി വേവാകുമ്പോൾ അതിലേക്ക് പാലൊഴിച്ച് നന്നായി വേവിക്കണം. ഇതിലേക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടിളക്കി ഏലക്കാപ്പൊടിയും ചേർക്കുന്നതോടെ ചെറുപയർ പരിപ്പ് പായസം റെഡി. ഭയങ്കര നൊസ്റ്റാൾജിക് ടേസ്റ്റ്. ഭയങ്കര ഇഷ്ടമായി. ഉണക്കലരി പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: പാൽ 1 ലിറ്റർ, ഉണക്കലരി 1 കപ്പ്, നെയ്യ് 3 ടീസ്പൂൺ, പഞ്ചസാര 400 ഗ്രാം. തയ്യാറാക്കുന്ന വിധം: ആദ്യം നെയ്യിൽ പാലും 1 ലിറ്റർ വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. തിളച്ചു വരുമ്പോൾ ഉണക്കലരി കഴുകിയിടുക. അരി നന്നായി വേവുമ്പോൾ പഞ്ചസാര ചേർത്ത് ഇളക്കുക. ഉണക്കലരി പായസം റെഡി. ഞാൻ 4 പായസം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 4ഉം വളരെ ടേസ്റ്റിയാണ്. സോ പതിവ് പോലെ ഇനി വിധി നിർണ്ണയത്തിനുള്ള സമയമാണ്. സോ അതിനു മുമ്പ് നിറബറ ഓണം പായസമേളയിൽ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന നിറബറ ഓണം പായസമേളയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. പായസമൊക്കെ കുടിച്ച് ഞാൻ ആകെ മത്ത് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. സോ നിങ്ങളെല്ലാവരും ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ ദ വിന്നർ, ഐ നോ ദാറ്റ്. ബട്ട് ബിഫോർ ദാറ്റ് നിങ്ങൾക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്കും ഈ വിന്നറിനെ ഗസ് ചെയ്യാവുന്നതാണ്, പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ തരുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഓരോ ദിവസവും വീട്ടിലിരുന്ന് ട്രൈ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെസിപ്പിയുടെ പേരും പാർട്ടിസിപ്പൻറ്റിൻ്റെ പേരും ഞങ്ങൾക്ക് SMS ആയിട്ടോ ഇമെയിൽ ആയിട്ടോ അയയ്ക്കുക. SMS ചെയ്യേണ്ട നമ്പർ 8111991234 or you can email us to payasamela@flowerstv.in. അപ്പോൾ ഇനി നോ മോർ ടൈം ടു വേസ്റ്റ്. നമുക്ക് വിന്നറിനെ പ്രഖ്യാപിക്കാം. അതിനു മുമ്പ് നമുക്ക് എല്ലാ ചേച്ചിമാരെയും നമുക്ക് ഡയസിലേക്ക് ക്ഷണിക്കാം. പ്ലീസ്. 4 വ്യത്യസ്തമാർന്ന പായസങ്ങൾ ഞാൻ രുചിച്ച് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ മത്തി പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് വിന്നറിനെ പ്രഖ്യാപിക്കാം. എന്തായാലും വളരെ ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു കേട്ടോ. 4ഉം ഒന്നിനൊന്നും മെച്ചം. നല്ല ടേസ്റ്റി ആയിരുന്നു. സോ എനിവേസ് നമുക്ക് വിന്നറെ പ്രഖ്യാപിക്കാനുള്ള സമയമായി. ഇന്നത്തെ വിന്നർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൊണ്ട് പായസം ഉണ്ടാക്കിയ, ഡിഫറെൻ്റ് എന്ന് മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൊണ്ട് പായസം തയ്യാറാക്കിയ ശ്രീമതി ബിന്ദു ആണ്. അപ്പോൾ ബിന്ദു ചേച്ചിക്കുള്ള പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിറബറയാണ്. നിറബറയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ബാക്കി എല്ലാവർക്കും ഫ്ലവേഴ്സ് TVയുടെ വക ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. ഇന്നത്തെ വളരെ സ്വാദേറിയ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും 4 സുന്ദരികളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് സംഗീത സൈനിങ് ഓഫ്.